ഇത്തരത്തിലുള്ള ചികിത്സകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഒരു കേസൊക്കെ ഏറ്റെടുത്തത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ ലങ് ഫൈബ്രോസിസുമായിട്ടൊക്കെ രോഗികൾ ഗ്യാസ് ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിവതും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത്. കാര്യം അത്രയ്ക്കും കലശലായ ചുമയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇന്ന് സമൂഹത്തിൽ പലർക്കുള്ളൊരു രോഗമാണ് ലങ്സ് ചുരുങ്ങി വരിക, അല്ലെങ്കിൽ ലങ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന രോഗം. ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ സപ്പോർട്ടോടുകൂടി മാത്രം ശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ. ഇന്നിപ്പോൾ നമ്മോട് കൂടെ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 6 ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു രോഗിയുടെ ടെസ്റ്റിമോണിയിലാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അമ്പലപ്പുഴ എന്ന ഗ്രാമപ്രദേശത്ത് നിന്നും വരുന്ന ആളാണ്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്? എനിക്ക് ശ്വാസം മുട്ടലും ശക്തമായ ചുമയും ഉണ്ടായിരുന്നു. ശക്തമായ ചുമച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കലശലായ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് തീരെ അവശതയായിരുന്നു. ഒരു 2 മിനിറ്റ് പോലും എനിക്കൊരു വ്യക്തിയോട് സംസാരിക്കാനോ ആരെങ്കിലും എന്നെ ഫോണിൽ വിളിച്ചാൽ അവരോട് സംസാരിക്കാനോ പറ്റത്തില്ലായിരുന്നു. അത് കഴിവതും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത്. കാര്യം അത്രയ്ക്കും കലശലായ ചുമയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മരുന്നൊക്കെ കഴിച്ച് ഇവിടുത്തെ ശുശ്രൂഷയിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നീണ്ടു പോയപ്പോഴത്തേക്ക് എനിക്ക് വളരെയേറെ ആശ്വാസം ഇപ്പോഴുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കാലിനും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ 2 ആഴ്ചയ്ക്ക് മേലെ എൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് എത്തപ്പെട്ടത്. ഇവിടെ വന്ന് എല്ലാവരുടെയും ഡോക്ടേഴ്സും മറ്റുള്ള സ്റ്റാഫിൻ്റെയൊക്കെ നല്ല മനസ്ഥിതിയും നല്ല സഹകരണവും കൊണ്ട് ഈശ്വര അനുഗ്രഹം കൊണ്ടും അത് വളരെയേറെ വ്യത്യാസം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സന്തുഷ്ടനാണ്. നമ്മുടെ രോഗം എന്ന് പറയുന്നത് ലങ് ഫൈബ്രോസിസ് അല്ലെ? ലങ്സ് ചുരുങ്ങി വരുന്ന രോഗമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പൊതുവെ അത്ര വലിയ മരുന്നൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ നമ്മുടെ മരുന്നുകൾ ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പൊ നമ്മളൊരു 6 ദിവസമാണ്, ഇപ്പൊ ഇന്നേക്ക് 6ാമത്തെ ദിവസമായിട്ടുള്ളൂ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ രോഗത്തിന്? ഇതിപ്പം ഒരു 6 മാസത്തെ പഴക്കമേ ഉള്ളൂ. 6 മാസത്തെ പഴക്കം. അപ്പൊ നമ്മളതിൽ സ്കാനിന് എടുത്തപ്പോ അല്ലെ, CT സ്കാൻ എടുത്തപ്പോഴാണ് ലങ്സ് ചുരുങ്ങി വരുന്നതാണെന്ന് മനസ്സിലായത് അല്ലെ? അതെ, CT സ്കാൻ എടുത്ത് ഞാൻ ഡോക്ടറെ ഒരു അലോപ്പതി ഡോക്ടറെ സമീപിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു ഇതിപ്പം ലെൻസിന് ചുരുക്കമാണത്, പിന്നെ വികസിക്കത്തില്ല ഇനി. ഞാനത് ക്രമേണ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അതും ഒരു പരിധി വരെയുള്ളൂ, അതിനുശേഷം അതും ഫലപ്രദമായി വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ് ഇവിടെ വന്നത്. നമ്മുടെ ഇവിടെ ഇടയ്ക്ക് ചെറിയൊരു മരുന്നൊക്കെ ഇവിടെ ചെയ്തിരുന്നു. സാധാരണ അത് ചെയ്യുമ്പോഴേ നമ്മൾ ലങ്സിനുള്ളിൽ കെട്ടി നിന്നിരുന്ന കട്ടിയുള്ള കഫുണ്ട്, അതൊക്കെ കുറെ പുറത്ത് പോകുമ്പോൾ ലങ്സിനുള്ളിൽ കുറച്ചും കൂടി ഓക്സിജൻ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാവുന്നത്. പിന്നെ മരുന്നുകൾ ഈ ഒരു ലങ്സിന്റെ ഒരു കട്ടിയുണ്ട്, ഫൈബ്രോട്ടിക് ചേഞ്ച് എന്ന് പറയും. ഭയങ്കര സോഫ്റ്റ് എലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ കട്ടി പിടിച്ചതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ നിൽക്കാതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ലങ്സ് ഫ്രീ ആയി ഉള്ള കെട്ടിക്കിടക്കുന്ന കഫൊക്കെ പുറത്തേക്ക് പോയി, കുറെ കഫം പോയില്ലേ നമുക്ക് പോയി. അതിലൂടെയാണ് നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ടും മാറുന്നതൊക്കെ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി നല്ല റിസൾട്ട് ഉള്ളതാണ്. ഈ ചികിത്സ എല്ലാവർക്കും ചെയ്യും. ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ഭയങ്കര വ്യത്യാസം വരുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ ഇനി ഭക്ഷണം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഭക്ഷണക്രമങ്ങളൊന്നും മാത്രം ശ്രദ്ധിക്കുക, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഈ രോഗം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷം, ദൈവത്തിന് നന്ദി. താങ്ക് യു. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയൽ പ്രകാരം അത്ര വലിയ വ്യത്യാസം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാലോ. 2 മിനിറ്റ് പോലും സംസാരിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഭാവിയിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. ഇത് ഇത്തരത്തിലുള്ള ചികിത്സകൾ ഞാൻ മുൻപിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഒരു കേസൊക്കെ ഏറ്റെടുത്തത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ ലങ് ഫൈബ്രോസിസുമായിട്ടൊക്കെ രോഗികൾ ഗ്യാസ് ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ ചികിത്സകൾ ചെസ്റ്റിൽ ലങ്സിൽ ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവുകയും കെട്ടിക്കിടന്ന കഫം പുറത്തേക്കൊക്കെ പോവുകയും വീണ്ടും ഓക്സിജൻ സിലിണ്ടറിന്റെ സപ്പോർട്ട് ഇല്ലാതെയൊക്കെ ശ്വസിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ 2 കുഞ്ഞു മരുന്നുകൾ മാത്രമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ 2 മരുന്നുകൾ മാത്രമാണ്. അതിന് വലിയ വിലയൊന്നുമില്ല. പക്ഷെ 1000 രൂപയുടെ അടുത്തൊക്കെ വിലയുള്ളൂ.
പക്ഷെ അത്രയും ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ രോഗം വളരെ വലുതാണ്. നമുക്കറിയാം ഒത്തിരി പേര് ഇതിന്റെ പേരിൽ ലൈഫ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഈ ഓക്സിജൻ സിലിണ്ടർ മാത്രം വഹിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് തന്നെ ആൾക്കാർ പുറത്തേക്ക് പോകാതിരിക്കുന്നവര്. അപ്പൊ നമുക്ക് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു രോഗമാണ് ഈ ലങ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിൽ ആർക്കെങ്കിലും ഈ ലങ്സ് ചുരുങ്ങി വരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എല്ലാ സമയവും ചുമയുമായിട്ടിരിക്കുന്ന ലങ് ഫൈബ്രോട്ടിക് ചേഞ്ച് ഒക്കെയുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ആശ്വാസമാണ്. എക്സ്പെൻസീവ് അല്ല ചികിത്സ, വളരെ നിസാര പൈസ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്